രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം ഉത്തരഖണ്ഡത്തിലെ 51-ാം സർഗം ലക്ഷ്മണ സന്ത്വനം എന്നുള്ളതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലക്ഷ്മണനും സുമന്ത്രനും തമ്മിലുള്ള സംവാദമാണ് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ കേട്ടത്. വീണ്ടും ലക്ഷ്മണൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ആ സുമന്ത്രര് ഇങ്ങനെ പറയാൻ ആരംഭിച്ചു. പണ്ട് അത്രിയുടെ പുത്രനായ ദുർവാസ എന്ന മഹർഷി വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ മഴക്കാലം കഴിച്ചു കൂട്ടാനെത്തി. അങ്ങയുടെ അച്ഛൻ അതിതേജസ്വിയും മഹായശസ്വിയുമായ ദശരഥൻ മഹാത്മാവായ പുരോഹിതനെ ദർശിക്കാനായി ആ സമയത്ത് ആശ്രമത്തിലെത്തിച്ചേർന്നു. തേജസ് കൊണ്ട് സൂര്യനെപ്പോലെ ജ്വലിക്കുന്നവനും വസിഷ്ഠൻ്റെ ഇടതുവശത്തിരിക്കുന്നവനുമായ ആ മഹാമുനിയെ അദ്ദേഹം കണ്ടു. തപസശ്രേഷ്ഠന്മാരായ ആ മുനിമാരെ അദ്ദേഹം സവിനയം അഭിവാദനം ചെയ്തു. സ്വാഗതം, ആസനം, പാദ്യം, ഫലമൂലങ്ങൾ എന്നിവ കൊണ്ടുവരാൻ അവരെ സൽകൃതനായിട്ട് അവിടെ വസിച്ചു. അങ്ങനെ അവിടെ ഇരുന്നരുളുന്ന പരമർഷികളുടെ ഇടയിൽ മധ്യാഹ്നവേളയിൽ ഓരോ കഥകൾ പറയാൻ ആരംഭിച്ചു എന്നങ്ങനെ. കഥയിങ്ങനെ നടക്കവേ ഏതോ ഒരവസരത്തിൽ രാജാവ് ബദ്ധാഞ്ജലിയായി അത്രിപുത്രനും മഹാത്മാവുമായ ദുർവാസാവിനോട് ചോദിച്ചു, ഭഗവൻ, എൻ്റെ വംശം എത്ര കാലം നിലനിൽക്കും? എൻ്റെ രാമന് എത്ര ആയുസ്സുണ്ട്? മറ്റു മക്കളുടെയും ആയുസ് എത്ര? രാമനുണ്ടാവുന്ന പുത്രന്മാർക്കും ആയുസ് എത്ര ഉണ്ടായിരിക്കും? ഭഗവാൻ, കുലത്തിൻ്റെ ഭാവി പറഞ്ഞാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിച്ചു. ദശരഥ രാജാവിൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ദുർവാസാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, രാജാവേ, ആ പഴയ കഥ കേട്ടുള്ളൂ. പണ്ട് ദേവാസുരന്മാരുടെ യുദ്ധത്തിൽ പരാജിതരാക്കപ്പെട്ട ദൈത്യന്മാർ ഭൃഗുവിൻ്റെ ഭാര്യയെ ശരണം പ്രാപിക്കുകയുണ്ടായി. അവർക്ക് അഭയം കൊടുത്തു. അപ്പോൾ അവരങ്ങനെ അവിടെ ഭയമില്ലാതെ പാർത്തു. ഇങ്ങനെ ആ ഭൃഗുപത്നി അസുരന്മാരെ സ്വീകരിച്ചതിൽ ദേഷ്യം കൊണ്ട ദേവാദിദേവൻ തൻ്റെ ചക്രം കൊണ്ട് അവളുടെ തല അറുത്തു കളഞ്ഞു. ഇങ്ങനെ തൻ്റെ ഭാര്യയെ അവൾ കൊല്ലപ്പെട്ടത് കണ്ട് കോപം പൂണ്ട ആ ഭൃഗുമഹർഷി വിഷ്ണുവിനെ ഇങ്ങനെ ശപിച്ചു എന്ന് പറയുന്നത്. ആരാലും കൊല്ലപ്പെടാൻ പാടില്ലാത്തവളായ എൻ്റെ ഭാര്യയെ കൊന്ന നിനക്ക് മനുഷ്യനായി ജന്മമുണ്ടാകട്ടെ എന്നും അന്ന് അങ്ങേക്ക് ദീർഘകാലം ഭാര്യയുമായിട്ടുള്ള വിരഹമുണ്ടാകട്ടെ എന്നുമാണ് അദ്ദേഹം ശപിച്ചത്. ശപിച്ചതിനാൽ നെഞ്ചുനൊന്ത് ആ ഭൃഗുമഹർഷി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയാണ്. കാരണം വിഷ്ണുവിനെ ശപിക്കുക എന്നുള്ളത് വലിയൊരു പാപമായിട്ട് അദ്ദേഹം കണക്കാക്കിയെന്ന്. അങ്ങനെ ഉള്ള അദ്ദേഹത്തിനോട് ആ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, ലോകത്തിൻ്റെ പ്രീതിക്കായിട്ട് ഞാൻ ഈ ശാപം സ്വീകരിക്കുകയാണ്. പൂർവ്വജന്മത്തിൽ അങ്ങയാൽ ശപിക്കപ്പെട്ട ആ മഹാതേജസ്വി മാനത രജസത്തമ ലോകത്രയത്തിലും രാമനെന്ന് വിഖ്യാതനായി അങ്ങയുടെ പുത്രനായിട്ട് വന്നു പിറന്നു. ഭൃഗും ശാപത്തിൻ്റെ കടുത്ത ഫലം അനുഭവിക്കുക തന്നെ വേണം. രാമൻ ദീർഘകാലം അയോധ്യയിലെ രാജാവായിരിക്കും. അദ്ദേഹത്തെ പിന്തുടരുന്നവരൊക്കെ സുഖികളും സമൃദ്ധരുമായിത്തീരും. സമൃദ്ധങ്ങളായ അശ്വമേധങ്ങൾ നടത്തി 11,000 വർഷം രാമൻ രാജ്യം ഭരിക്കും. അതിനുശേഷം അദ്ദേഹം ബ്രഹ്മലോകം പ്രാപിക്കുകയും ചെയ്യും. രാമൻ്റെ രാജ്യവംശം പിന്നീടും ഉണ്ടാവും. രാമൻ തന്നെ തൻ്റെ സഹോദരൻ്റെ പുത്രന്മാരെയും ഒക്കെ കൊണ്ട് വിവിധ രാജവംശങ്ങൾ ഉണ്ടാക്കും. രാമന് സീതയിൽ 2 പുത്രന്മാർ ജനിക്കും. ഇങ്ങനെയാണ് ഈ രാജവംശത്തിൻ്റെ ഭാവി എന്ന് ആ ദുർവാസാവ് മഹർഷി പണ്ട് ദശരഥനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. എല്ലാം വർണ്ണിച്ച ശേഷം ആ തേജസ്വിയായ മുനി മൗനം പൂണ്ടിരുന്നു എന്ന് പറയുന്നത്. ആ മഹാമുനി മൗനം കണ്ടപ്പോൾ ദശരഥരാജാവ് ആ മഹാത്മാക്കളെയെല്ലാം വന്ദിച്ച് തൻ്റെ മന്ദിരത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ മഹർഷി പറഞ്ഞ ആ കഥ തൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചു. അത് വിഫലമായി പോകില്ല. സീതാപുത്രന്മാരെ രാമൻ അഭിഷേകം ചെയ്യും, അയോധ്യയിലല്ല മറ്റൊരിടത്ത് വെച്ച്. മുനിവാക്യമനുസരിച്ച് കാര്യം ഇങ്ങനെ ഇരിക്കെ, അല്ലേ ലക്ഷ്മണ, സീതയെ സംബന്ധിച്ചോ രാമനെക്കുറിച്ചോ അങ്ങ് ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങ് സ്ഥിരചിത്തനായിരുന്നാലും എന്ന് ആ സൂതൻ പറഞ്ഞ കഥയിട്ട് ശരി, നന്ന് എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സമാശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗമയോട് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും